ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാരും ഹാപ്പി അല്ലേ? അപ്പോ ഇന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങളെ വില കുറച്ച് കാണുന്നവരുടെ മുന്നിൽ നിങ്ങൾക്ക് ജയിക്കണോ എന്നുള്ളൊരു യെസ് എന്ന ചാറ്റ് ബോക്സിലേക്ക് കമന്റ് ഇട്ടെ. വിജയിക്കണം. പലരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, ടീച്ചറമ്മേ എനിക്ക് ജീവിതത്തിൽ വിജയിക്കണം, എനിക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകണം, എനിക്ക് പരിപൂർണ ആരോഗ്യം നേടണം, എനിക്ക് റിലേഷൻഷിപ്പുകൾ പെർഫെക്റ്റ് ആക്കണം, എനിക്ക് ജോലി നേടണം, കരിയറിൽ ഉയർച്ച നേടണം, ഫിനാൻഷ്യൽ ഫ്രീഡം നേടണം, അതുപോലെ എപ്പോഴും സന്തോഷമുള്ള ഒരു ജീവിതം നേടണം. അങ്ങനെ എല്ലാ ഏരിയാസിലും സക്സസ്ഫുൾ ആയി ഒരുപാട് വേദനകളിലൂടെ ഞാൻ കടന്നുപോയി. പലരും പറയുന്നതാണ്, പലരും എന്നെ വിഷമിപ്പിച്ചു, കരയിച്ചു, അതുപോലെ ചവിട്ടി തേച്ചു, ഒന്നുമല്ലാതാക്കി കളഞ്ഞു. ഞാൻ ഒറ്റപ്പെട്ടു പോയി. പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ ഒറ്റപ്പെട്ടു പോയി, എനിക്കൊന്നും താങ്ങാട്ട് നിൽക്കാൻ പോലും ആരുമില്ല, ഞാൻ എങ്ങനെ ഈ അവസ്ഥയിൽ നിന്നും കരകയറുമെന്ന് ചോദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്കാണ് ഇന്നത്തെ ഈ ക്ലാസ്. പ്രത്യേകിച്ചും സ്ത്രീകളും ഒരുപാട് കഴിവുകൾ ഉണ്ടായിട്ടും വളരാൻ പറ്റാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മള് ഏതോ ഒരു സിനിമയിൽ പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ എഴുന്നേൽക്കുന്നു, അടുക്കളയിൽ കുറെ ജോലികൾ ചെയ്യുന്നു, അല്ലെ, ഭർത്താവിനെ ഓഫീസിൽ വിടുന്നു, പല സ്ത്രീകളുടെയും അവസ്ഥയാണ്. മക്കളെ സ്കൂളിലേക്ക് വിടുന്നു, വീട്ടിലെ ജോലികള്, പിന്നെ ഉച്ചയ്ക്ക് ടെൻഷനാണ്, എന്ത് കറിയാണ് വെക്കുക, പിന്നെ രാത്രിയിൽ ഡിന്നർ എന്തുണ്ടാക്കണം. ഓരോ ദിവസവും ഇങ്ങനെ പോകുന്നു. ജീവിതത്തിൽ വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എത്താൻ പറ്റുന്നില്ല. ഒന്ന് ആലോചിച്ചു നോക്കിയാൽ, വിവാഹത്തിന് മുമ്പ് ഒരു പൂമ്പാറ്റെ പോലെ പാറി നടന്ന പെൺകുട്ടി, വിവാഹശേഷം അനുഭവിക്കേണ്ടി വന്ന കുറേയധികം കാര്യങ്ങൾ, പലരുടെയും മോശമായ പെരുമാറ്റങ്ങൾ കാരണം, ചിലർക്ക് അമ്മായിയമ്മയിൽ നിന്നുണ്ടായിട്ടുള്ള കുറേയധികം ഇഷ്യൂസ്, അല്ലെങ്കിൽ അമ്മായി അച്ഛനിൽ നിന്നുണ്ടായിട്ടുള്ള ഇഷ്യൂസ്, നാത്തൂന്മാര്, ചേട്ടത്തിമാര്, കുറെ ബന്ധുക്കള്, പലരുടെയും ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ പലരുടെയും എന്താ പറയുക, കുത്തുവാക്കുകളും സംസാരങ്ങളും മുള്ളും മുനയും വെച്ചുള്ള പെരുമാറ്റങ്ങളും വേദനിപ്പിക്കുന്ന പെരുമാറ്റങ്ങളും ഒക്കെ തളർത്തിക്കളയുന്നു എന്ന് ഒരുപാട് പേര് പറയുന്ന ഒരു കാര്യമാണ്. മക്കളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുന്നിൽ, നിങ്ങളെ ചവിട്ടി തേച്ചവരുടെ മുന്നിൽ നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ അവരുടെ മുഖം നിങ്ങളൊന്ന് ഓർത്തു നോക്കി. ശരിക്കും നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ചൊന്ന് ഓർത്താ പോരെ, നമുക്ക് 1000 മടങ്ങ് ശക്തിയിൽ മുന്നോട്ട് കുതിക്കാനുള്ള എനർജി അതിൽ നിന്ന് തന്നെ കിട്ടും. എന്ന് വെച്ചാൽ ആ വ്യക്തിയോട് വിരോധം സൂക്ഷിക്കണമെന്നോ വെറുപ്പ് സൂക്ഷിക്കണമെന്നോ അല്ല പറയുന്നത്. അവരെന്തിനാ നിങ്ങളുടെ ജീവിതത്തിൽ വന്നതെന്നറിയാവോ? അവര് നമ്മളെ വേദനിപ്പിക്കാനും വിഷമിപ്പിക്കാനുമാണ് വന്നതെങ്കിലും നമ്മൾ അതിനെ തിരിച്ചെടുക്കണം. ലൈഫിൽ എന്ത് വന്നാലും പോസിറ്റീവായി കാണണമെന്ന് ടീച്ചർമാർ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അവര് നമ്മളെ വേദനിപ്പിച്ചെങ്കിൽ, അവര് നമ്മളെ വിഷമിപ്പിച്ചെങ്കിൽ നമ്മൾ അതിനെ തിരിച്ച് പോസിറ്റീവായിട്ട് എടുക്കണം. ഒരു വേദന കിട്ടി, ശരി, ഈ വേദനയും പേര് നടന്ന് കരഞ്ഞു ജീവിക്കാമെന്നല്ല, തിരിച്ച് ഈ വേദന തന്നവരുടെ മുന്നിൽ എനിക്ക് എങ്ങനെ ശക്തമായി നിൽക്കാൻ പറ്റുമെന്ന് നിങ്ങൾ ചിന്തിക്കുക. അവിടെ നിങ്ങളുടെ ജീവിതത്തിന്റെ കഥ മാറും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എന്റെ ലൈഫിൽ എനിക്ക് സപ്പോർട്ടുകൾ കിട്ടി വളർന്ന ഒരു പെൺകുട്ടിയല്ല. ചെറുപ്പത്തിലെ ഒരു നിറം കെട്ട ബാല്യമായിരുന്നു എന്റേത്. അച്ഛനും അമ്മയും നിലത്ത് വയ്ക്കാതെ സ്നേഹിച്ചു വളർത്തിയ ഒരു കുട്ടിയൊന്നും അല്ല. ബന്ധുക്കളിൽ നിന്നുള്ള ഒരു സ്നേഹമോ കെയറോ ഒന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് ജീവിതത്തില് സഹിച്ചു, ഒരുപാട് അനുഭവിച്ചു. ഇന്നും ജീവിതത്തിൽ മുന്നോട്ടൊരു ഫീനിക്സ് പക്ഷിയെ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ അനുഭവങ്ങളാ. അല്ലാണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാരും ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ട് നടന്ന, സ്നേഹം തന്ന, അത്രയേറെ ഇത്രയും എന്താ പറയാ, എപ്പോഴും നിങ്ങൾ കാണുന്ന ടീച്ചറമ്മ എന്ന് പറയുന്ന വ്യക്തി, നമ്മൾ പറയില്ല, തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. നീ തന്ന അനുഭവങ്ങൾ കൊണ്ടാ ഈ മുന്നോട്ട് പോകാനുള്ള ശക്തി അവിടുന്നാ ലഭിക്കുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴുണ്ടെങ്കിൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതിനേക്ക് നമുക്ക് 2 തരത്തിൽ കാണാം. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിക്കുക, ഈ സാഹചര്യത്തിൽ വളരണോ അതോ തളരണോ എന്ന്. നിങ്ങളുടെ മനസ്സൊരിക്കലും പറയില്ല തളരണമെന്ന്. മനസ്സെപ്പോഴും പറയുക വളരണം. ഇതിനെ നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി എങ്ങനെ നിങ്ങൾക്ക് ഈ അനുഭവങ്ങളെ
നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഒരുപാട് വിശ്വസിച്ച വ്യക്തികളുണ്ടാവും, ഒരുപാട് സ്നേഹം കൊടുത്ത് ട്രസ്റ്റ് ചെയ്ത വ്യക്തികളുണ്ടാവും. അവര് നിങ്ങളെ ചതിച്ചിട്ട് പോയിട്ടുണ്ടാവാം, പലരും അവഗണിച്ചിട്ടുണ്ടാവാം. അവരൊക്കെ അത് ചെയ്യട്ടെ. അവര് ചെയ്യുന്ന ഈ കാര്യങ്ങൾക്ക് മുന്നിൽ ഒരു കാരണവശാലും നിങ്ങൾ തോറ്റു പോകരുത്. ഒരു മനുഷ്യന്റെയും മുന്നിൽ അടിയറവ് പറയേണ്ടതല്ല നിങ്ങളുടെ ജീവിതം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരു മനുഷ്യരുടെയും കാൽ ചുവട്ടിൽ കിടന്ന് അരഞ്ഞു തീരാനുള്ളതല്ല നിങ്ങളുടെ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് വളരെ പെയിൻഫുൾ സിറ്റുവേഷൻസ് തരും. അപ്പൊ ഈ സിറ്റുവേഷൻസ് വരുമ്പോ എത്ര മോശം സാഹചര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നാലും ആ സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വരാൻ നമുക്ക് കഴിയണം. താമര വിടരുന്നത് എവിടെയാ? ചെളിക്കുണ്ടിനകത്താ. അത്രയും മോശം സാഹചര്യങ്ങളിൽ നിന്ന് ആ താമര ഉയർന്നു വരുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താമര. പലരും പറയും എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. വേണ്ട, ഒരു മനുഷ്യരുടെയും സപ്പോർട്ട് ഇല്ലെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് വിജയിക്കുമെന്നുള്ള ബേണിംഗ് ഡിസയർ നിങ്ങളുടെ ഉള്ളിൽ വരണം. പലർക്കും വളരാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അവരെ കംഫർട്ട് സോണിനകത്ത് ചുരുങ്ങി പോകുന്നത് കൊണ്ടാണ്. അച്ഛനും അമ്മയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കുമ്പോൾ അവർക്ക് വളരണമെന്നൊരു ചിന്ത വരില്ല. നമുക്ക് മോശം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് നമുക്ക് വളരാൻ പറ്റിയ ഏറ്റവും വളക്കൂറുള്ള മണ്ണ്. ചിന്തിക്കുക, ഈ ഒരവസ്ഥയിൽ എനിക്ക് എങ്ങനെ വളരാൻ പറ്റും? മറ്റുള്ളവർ അരിഞ്ഞു വീഴ്ത്തിയ ചിറകുകൾ വീണ്ടും തുന്നിച്ചേർത്ത് വീണ്ടും പറക്കണം. അതിശക്തമായിട്ട് മുന്നോട്ട് പോകണം. ശരിക്കും എന്റെ ലൈഫിൽ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഓരോ ദിവസം കഴിയുന്തോറും എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം തരുന്നത് ആരാ? ഈ അനുഭവങ്ങളാ, ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളാ. ഇപ്പോഴും സക്സസ്ഫുൾ ആയതിനു ശേഷം അനുഭവങ്ങൾക്ക് വല്ല കുറവുണ്ടോ? ഇല്ല. അനുഭവങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ മുന്നിൽ തോറ്റു പോകരുത്. ഒറ്റയ്ക്കാണെങ്കിൽ സാരമില്ല, ഞാൻ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എനിക്ക് എങ്ങനെ വിജയിക്കാം എന്ന് ചിന്തിക്കുക. ഈ വേദനകളൊക്കെ ലൈഫിൽ വരുന്നത് നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ കരുത്തരാക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളെ വേദനിപ്പിച്ച വിഷമിപ്പിച്ച വ്യക്തികളോട് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഞാൻ ഇന്ന് എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നത് ഈ വ്യക്തികൾക്കാണ്. എനിക്ക് സ്നേഹം തരാത്ത, എന്നെ കെയർ ചെയ്യാത്ത, എന്നെ സപ്പോർട്ട് ചെയ്യാതെ പിന്നിൽ നിന്ന് കളിയാക്കിച്ചിരിക്കുന്ന കുറേയധികം പേരുണ്ട്. അവർക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത്. കാര്യം എന്താണെന്നറിയോ? അവര് തരുന്ന ഊർജ്ജമാണ് ഞാനാകുന്ന റോക്കറ്റിന് മുന്നോട്ട് കുതിക്കാനുള്ള ഇന്ധനം. ഞാൻ എന്തുകൊണ്ട് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് നിങ്ങളോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, എവറി പെയിൻ ക്യാരീസ് എ ഹിഡൻ ഗിഫ്റ്റ് ഓഫ് ഗ്രോത്ത്. എല്ലാ വേദനകൾക്കുള്ളിലും വളരാനുള്ള ഒരു ഹിഡൻ ഗിഫ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു സാഹചര്യം ദൈവം ഇട്ട് തരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് ശരിക്കും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. നമുക്ക് ഭയങ്കര സന്തോഷമാണ്, ജീവിതത്തിൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വളരണമെന്നൊരു ചിന്ത വരില്ല. അപ്പൊ ഈ മോശം സാഹചര്യങ്ങൾ വരുമ്പോ ബാഡ് ടൈം ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നാ പറയാ. മോശം സാഹചര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വളരാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു നെഗറ്റീവായിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഈ ഒരു പെയിനിനകത്ത് ഒരു ഗിഫ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാ ഗിഫ്റ്റിനെ കണ്ടെത്തുന്നു അവരാണ് വിജയിക്കുന്നത്. യൂസ് ഇറ്റ് ടു ട്രാൻസ്ഫോം യുവർ സെൽഫ്. ആ ഗിഫ്റ്റ് നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാനായിട്ട് നിങ്ങൾ ഉപയോഗിക്കുക. എന്റെ ജീവിതത്തിൽ എന്റെ ജോലി നഷ്ടപ്പെട്ടു, എനിക്ക് ഹെൽത്ത് ബ്ലെസ്സിംഗ് വന്നു, കംപ്ലീറ്റ് ബെഡ് റിഡൺ സ്റ്റേജിലേക്ക് വന്നു. അതെന്റെ ലൈഫിൽ ഉണ്ടായ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അതൊരു പെയിൻഫുൾ സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനകത്ത് ഒരു ഹിഡൻ ഗിഫ്റ്റ് ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതിനെ ഞാൻ കണ്ടെത്തി. കാര്യം എന്താ? ഞാൻ എന്റെ ലൈഫിൽ മാറ്റം വരുത്തി. മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് എന്റെ ലൈഫിൽ മാറ്റം വരുത്തിയിട്ട് ഞാൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ എത്ര മോശം സാഹചര്യമാണെങ്കിലും എനിക്ക് എങ്ങനെ അതിനെ മറികടന്ന് മുന്നോട്ട് പോകാമെന്ന് ഓരോ നിമിഷവും ചിന്തിക്കാം. അതിന് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് വേണം. പോസിറ്റീവ് മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. എപ്പോഴും കരഞ്ഞ് മറ്റുള്ളവരെയും പഴിച്ച് എന്നെ വളരാൻ മറ്റുള്ളവരെ സമ്മതിക്കുന്നില്ല, എന്റെ ഭർത്താവ് സപ്പോർട്ടല്ല, അല്ലെങ്കിൽ എന്റെ ഭാര്യ സപ്പോർട്ടല്ല, എന്റെ മദർ ഇൻ ലോ സപ്പോർട്ടല്ല, എന്റെ പേരൻസ് സപ്പോർട്ടല്ല, അവര് സപ്പോർട്ട്. എന്തിന്? ആരും സപ്പോർട്ട് അല്ലെങ്കിൽ ദ ബെസ്റ്റ് വേണ്ട. നാളെ നമ്മൾ ഏറ്റവും സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള
വലിയ സ്റ്റേജിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകളോട് പറയാനുള്ള ഒരു സ്റ്റോറി മാത്രമാണ് നിങ്ങളുടെ ഇന്നത്തെ ഈ വേദനകളും ഈ എക്സ്പീരിയൻസസും നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങളുടെ വളർച്ചയ്ക്ക് കൊടുക്കണം. പലർക്കും ലൈഫിൽ വളരാൻ പറ്റാത്തതിന്റെ റീസൺ എന്താണെന്നറിയാവോ? അവരുടെ പ്രയോറിറ്റി മാറിപ്പോകുന്നത് കൊണ്ടാണ്. അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റു പല കാര്യങ്ങൾക്കാണ്. നിങ്ങൾ നിങ്ങളുടെ ഗ്രോത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കണം, നിങ്ങളുടെ വളർച്ചയ്ക്ക്. ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഭൂമിയിൽ സ്നേഹിക്കേണ്ടത് നമ്മളെന്ന വ്യക്തിയാണ്. മറ്റെല്ലാവരെയും സ്നേഹിക്കണം. സെൽഫ് ലവ് കഴിഞ്ഞിട്ട് മതി ബാക്കിയുള്ള സ്നേഹങ്ങൾ. അവനവനെ സ്നേഹിക്കണം. ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് കഴിച്ചു കുടിച്ച് എൻജോയ് ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോകാനല്ല. അതിനപ്പുറത്തേക്ക് എനിക്കൊരു പർപ്പസ് ഉണ്ട്. എനിക്ക് ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ഒന്നും ചെയ്യാൻ പറ്റാതെ ഒരു ദിവസം യമരാജൻ വന്ന് നിൽക്കുകയാണ്, വാ മക്കളെ പോവാം. ദൈവമേ, ഞാൻ ജീവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ആ സമയത്ത് അലറി കരഞ്ഞിട്ട് എന്ത് പ്രയോജനം? ഉള്ള സമയം ചിന്തിക്കുക, എനിക്ക് എങ്ങനെ ഏറ്റവും സക്സസ്ഫുൾ ആകാം, അതുപോലെ എനിക്ക് എങ്ങനെ മറ്റുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കാം, എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എങ്ങനെ ചെയ്തു കൊടുക്കാം, ഈ ഭൂമിക്ക്, ഈ നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്ക് അവരെ സഹായിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ വിജയിക്കാം എന്ന് എപ്പോഴും ചിന്തിക്കും. നമ്മുടെ ഗ്രോത്തിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് വെർഷനായി തീരുക. ആരുടെ മുന്നിലും നിങ്ങൾ ഒന്നും പ്രൂവ് ചെയ്യാൻ പോണ്ട. ഞാൻ ആരാണ്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഒന്നും പ്രൂവ് ചെയ്യാൻ പോണ്ട. നിങ്ങൾ എല്ലാത്തിൽ നിന്നും ഡിറ്റാച്ച് ആയി ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് മാറി നിന്നിട്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുക, എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക. ഒരു മനുഷ്യരും നിങ്ങളെ അംഗീകരിച്ചില്ലെങ്കിലും നിങ്ങൾ വളരണമെന്ന് തീരുമാനിച്ച നിങ്ങൾ വളരുക തന്നെ ചെയ്യും. സക്സസ് ഈസ് യുവർ സൈലൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ദോസ് ഹു കോസ്ഡ് യു പെയിൻ. നിങ്ങൾക്ക് വേദന തന്നവരുടെ മുന്നിൽ നിങ്ങളുടെ സൈലൻസ് ആണ് നിങ്ങളുടെ സക്സസ് എന്ന് പറയുന്നത്. വിജയിക്കാനായിട്ട് എന്ത് ചെയ്യണം? വെറുതെ ഇരുന്ന് കരഞ്ഞോണ്ടിരുന്നാ പോരാ, ചാടി എഴുന്നേക്കണം, ആക്ഷൻ എടുക്കണം. നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നതെന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കിയേ. ഓരോരുത്തരുടെയും അവസ്ഥ ഡിഫറെന്റ് ആണ്. ടീച്ചറമ്മയ്ക്ക് പറഞ്ഞു തരാൻ പറ്റില്ല, നിങ്ങൾ ഇത് ചെയ്യ്. ചിലർക്ക് ഒരു ജോലി കണ്ടെത്തണം എന്നുള്ളതായിരിക്കും. ചാറ്റ് ബോക്സിലേക്ക് ഇട്ടേ, നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുക്കാൻ പോകുന്നത്? ചിലര് എനിക്കൊരു ജോലി കണ്ടെത്തണം, ചിലര് പറയും എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ടീച്ചറമ്മ. അപ്പൊ ബിസിനസ് തുടങ്ങണമെങ്കിൽ എനിക്ക് എന്ത് സ്കില്ലാ ഉള്ളത്? ചിന്തിക്കുന്നിടത്ത് ജീവിതം മാറും. പലർക്കും ആക്ഷൻ പാർട്ട് വരുമ്പം പലരും ആക്ഷൻ എടുക്കണം, കഷ്ടപ്പാടല്ലേ. ഞാൻ എങ്ങനെ കടബാധ്യത ഒഴിവാക്കാം എന്നുള്ള വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ആക്ഷൻ എടുക്കണം. ആ സമയത്ത് ഇപ്പൊ എല്ലാവരും ആക്ഷൻ എടുക്കണം, അതൊന്നും എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു മാലാഖ പ്രത്യക്ഷപ്പെടും, അനുഗ്രഹിക്കുന്നതോടുകൂടി അവരുടെ ജീവിതം മാറുന്നത് പോരാ. അവനവന്റെ ജീവിതത്തിന്റെ 100% റെസ്പോൺസിബിലിറ്റി അവനവൻ ഏറ്റെടുക്കണം. വേറെ ആരും വരില്ല നമ്മളെ വളർത്തി തരാൻ. അവനവന്റെ ഉള്ളില് ആ അഗ്നിയെ എരിക്കണം, ആ ബേണിംഗ് ഡിസയറിനെ എരിക്കണം. തോൽപ്പിച്ചവരുടെ മുഖമൊന്ന് ഓർത്താൽ മതി, നിങ്ങൾക്ക് മുന്നോട്ട് കുതിക്കാനുള്ള അത്രയും ശക്തി നിങ്ങൾക്ക് കിട്ടും. ഒരു മനുഷ്യനോടും വിരോധവും വിദ്വേഷവും ഒന്നും വേണ്ട, പക്ഷെ നമ്മുടെ ഇന്നലകളോട് പൊരുതണം. ഇന്നലകളിൽ നമുക്കുണ്ടായ വീഴ്ചകൾ ഇനി ആവർത്തിക്കാൻ പാടില്ല. ഓരോരുത്തരും ഒന്ന് എഴുതിക്കുക ചാറ്റ് ബോക്സിലേക്ക്, ഞാൻ എന്ത് ആക്ഷൻ എടുക്കും? ഒരു ബിസിനസ് തുടങ്ങണോ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി കണ്ടെത്തണോ, അല്ലെങ്കിൽ എനിക്ക് ജോലിയിൽ കൂടുതൽ ഉയർച്ച വേണം. അത് മാത്രം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പഠിക്കുന്നവരുണ്ടാവും, എനിക്ക് എന്റെ പഠനം കംപ്ലീറ്റ് ആക്കണം. പല പെൺകുട്ടികളും വിവാഹശേഷം അവരുടെ പഠനം കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പോയവരുണ്ട്. അവരിന്ന് വളരെയധികം വിഷമിക്കുന്നുണ്ട്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന്. ചിലർക്ക് ഒരു സ്റ്റിച്ചിങ് സെന്റർ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ചിലർക്ക് ബേക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പലതും ആഗ്രഹമുണ്ട്, പലർക്കും പല സ്കില്ലുകളും ഉണ്ട്, പക്ഷെ ചിന്തിക്കുന്നില്ല എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും. ചിലർ ചിന്തിച്ചിട്ട് പറയും എന്നെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. വേണ്ട, സ്വയം ചിന്തിക്ക്, എനിക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ പറ്റും. മറ്റുള്ളവർ നിങ്ങളെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കണം. നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കാത്തിടത്തോളം നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കണം. ചിലർക്ക് അറിയില്ല എന്താണ് എന്റെ കഴിവ്, കണ്ടെത്തണം. എനിക്ക് വിജയിക്കണം എന്നുള്ള ആ ഒരു ചിന്ത ഉണ്ടെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം അത്തരം വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ നമ്മളിലേക്ക് വന്ന് കണക്ട് ആവും. എനിക്ക് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരിക്കലും സക്സസ്ഫുൾ ആയില്ല. അത് സക്സസ്ഫുൾ ആക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് പ്രയത്നിച്ചു, പക്ഷെ അത് സക്സസ്ഫുൾ ആയില്ല. പക്ഷെ എനിക്ക് ആ വിജയിക്കണം എന്നുള്ള ത്വര ഉള്ളത് കൊണ്ടാവാം പിന്നീട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു, അത് ക്ലിക്കായി, അതിലൂടെ ഇന്ന് കാണുന്ന ഈ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ മനസ്സിലാക്കി എന്റെ ഏറ്റവും വലിയ എന്താ പറയുക ആ ഒരു കഴിവ് എന്ന് പറയുന്നത് എത്ര വേദനയിലും വിഷമത്തിലും ഇരിക്കുന്നവരെ പോലും ഉയർത്തിക്കൊണ്ട് വരാൻ എന്റെ വാക്കുകൾക്ക് കഴിയും. എനിക്ക് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു കഴിവ്
അത് ഞാൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. നിങ്ങൾ ശ്രമിക്കുന്ന സമയത്ത് പലരും നിങ്ങളെ കളിയാക്കും, പലരും നിങ്ങളെ പുച്ഛിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നവരോട് നന്ദി പറയുക. കാര്യം എന്താണ്? അങ്ങനെയൊക്കെ പുച്ഛിച്ചവരെ ജീവിതത്തിൽ വളർന്നിട്ടുള്ളൂ, വിജയിച്ചിട്ടുള്ളൂ. നിങ്ങൾ ഏതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തിയെ എടുത്തു നോക്കൂ, അവരുടെ ലൈഫ് ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കി നോക്കൂ. അവരെല്ലാരും അത്രയേറെ കൊടും പരാജയത്തിൽ നിന്ന് കയറി വന്നവരാ. എല്ലാവരും വായിൽ വെള്ളിക്കരണ്ടിയായിട്ട് ജനിച്ചവരൊന്നും അല്ല. അവരൊക്കെ അവരുടെ ലൈഫിലുണ്ടായ എക്സ്പീരിയൻസ്, അത്രയും മോശം അനുഭവങ്ങൾ വന്നപ്പോ അതിനെയൊക്കെ മറികടന്ന് കയറി വന്നിട്ടുള്ളവരാ വിജയിച്ചിട്ടുള്ളത്. അപ്പോ നമ്മളും മനസ്സിലാക്കേണ്ടത് നമുക്കും വിജയിക്കാൻ പറ്റും. വിജയിച്ചവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവുണ്ടോ? ആർക്കും പ്രത്യേകിച്ച് ഒരു കഴിവും സ്കില്ലും ഒന്നുമില്ല. നമ്മുടെ മനഃശക്തി കൃത്യമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പഠിച്ചാൽ മാത്രം മതി. ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, എനിക്ക് എങ്ങനെ വളരാൻ പറ്റും? എനിക്ക് എന്നെ പുച്ഛിച്ചവരുടെ മുന്നിൽ വളരാൻ വേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണം? ആദ്യം നമ്മുടെ സെൽഫ് ഡെവലപ്മെന്റിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നമ്മുടെ മനസ്സിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുക്കണം. പലർക്കും വളരാൻ കഴിയാത്തതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാ. മനസ്സ് നിറയെ കുറെ സങ്കടങ്ങളുടെ ഭാണ്ഡക്കെട്ടുകളുമായിട്ട് നടക്കുന്നവരുണ്ട്. ഈ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകൾക്കിടയിൽ എപ്പോഴും സഹകരിച്ച് ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റുമായിട്ട് ഇരിക്കുന്നവരുണ്ട്. അവർക്കറിയില്ല ഞാൻ നെഗറ്റീവ് ആണെന്ന്. അവർ വിചാരിക്കുന്നത് ഞാൻ ഹൈലി പോസിറ്റീവ് ആണെന്നുള്ളതാണ്. നമ്മുടെ ആ ഒരു നെഗറ്റീവ് മനോഭാവം മാറ്റി ഈ മൈൻഡിനെ റീപ്രോഗ്രാമിംഗ് ചെയ്തെടുത്ത്, അതിന് ഒരുപാട് ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഉണ്ട്. നമ്മുടെ സിൽവർ ക്ലാസ്സിൽ ടീച്ചർ അത് പഠിപ്പിക്കുന്നുണ്ട്. അത് മൈൻഡ് ക്ലിയർ ആക്കി എടുക്കണം. നിങ്ങൾ നമ്മുടെ മെഗാ മീറ്റപ്പ് ഗ്രൂപ്പ് അതിൽ മെമ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൽ മെമ്പർ ആവുക. അതിൽ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 28 ദിവസം നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ലൈഫ് മാറിയില്ലെങ്കിൽ എന്നോട് ചോദിക്കും. നിങ്ങളുടെ ലൈഫിൽ പ്രകടമായിട്ടുള്ള മാറ്റങ്ങൾ വരും. കാര്യം എന്താ? ഗ്രാറ്റിറ്റ്യൂഡ് അത്രയും പവർഫുൾ ആണ്. ഇതുവരെയും അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്തു. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരുമ്പോൾ നിങ്ങളുടെ ലൈഫ് മാറാൻ തുടങ്ങും. ടേൺ പെയിൻ ഇൻടു എ പർപ്പസ്. നിങ്ങളുടെ വേദനകളെ ഒരു പർപ്പസ് ആക്കി മാറ്റുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ മറികടന്ന് നിങ്ങൾ വിജയിച്ച ശേഷം മറ്റുള്ളവരെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യുക. മറ്റുള്ളവരെ അവരുടെ പ്രശ്നങ്ങൾ മറികടക്കാനായിട്ട് നിങ്ങൾ സഹായിക്കും. നമ്മൾ എത്രയോ സ്ത്രീകളെ കാണാറുണ്ട്. അവരവരുടെ പരാജയത്തിൽ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നു. അവർ ഏറ്റവും സക്സസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഓരോരുത്തരും ചിന്തിക്കുക, എനിക്ക് എങ്ങനെ ഉയരാം, എനിക്ക് എങ്ങനെ വിജയിക്കാമെന്ന്. എനിക്ക് എങ്ങനെ തളരാമെന്നല്ല. ആൾക്കാർ തളർത്താൻ ശ്രമിക്കുമ്പോൾ എനിക്ക് എങ്ങനെ കൂടുതൽ തളരാമെന്നല്ല ചിന്തിക്കേണ്ടത്, എനിക്ക് എങ്ങനെ വിജയിക്കാമെന്ന് ചിന്തിക്കാം. നിങ്ങൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നതായും നിങ്ങളെ വേദനിപ്പിച്ചവരുടെ മുന്നിൽ ഏറ്റവും അതിശക്തരായിട്ട് നിങ്ങൾ ഉയർന്നു വരുന്നതായിട്ടും ചിന്തിക്കാം. ഞാൻ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ വിഷൻ ബോർഡില് വലിയൊരു കാറിന്റെ പടം ഒട്ടിച്ചു വെച്ചിരുന്നു. അപ്പൊ എന്റെ ഒരു ബന്ധു കളിയാക്കി, കുറെ നാളായല്ലോ ഈ പടമൊക്കെ ഒട്ടിച്ചു വെച്ചിട്ട്, ഇതൊന്നും നേടിയില്ലേ എന്ന് ചോദിച്ചു. BMW X7 മേടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു. പ്രൂവ് ചെയ്ത് കാണിക്കുക. കളിയാക്കുന്നവരുടെ മുന്നിൽ, നിങ്ങളെ പുച്ഛിക്കുന്നവരുടെ മുന്നില് നിങ്ങൾ ആരാണെന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു കൊടുക്കാം. നമ്മൾ വാചകം അടിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ ഉള്ളില് ആ ഒരു എന്താ പറയാ, ആ ഒരു അടങ്ങാത്ത ഒരു ബേണിംഗ് ഡിസയർ വേണം. എനിക്ക് എന്നെ കളിയാക്കുന്നവരുടെ മുന്നിൽ വിജയിച്ച് കാണിക്കണം. പലരും ഇവളൊരു പൊട്ടിപ്പെണ്ണ, ഇവൾക്ക് എവിടെ എത്താനാ, ഇവളൊന്നും ഒന്നും നേടില്ല, അവരൊക്കെ ഇങ്ങനെ എന്താ പറയാ പാര വെക്കുന്നതിനനുസരിച്ചും അവരൊക്കെ വേദനിപ്പിക്കുന്നതിനനുസരിച്ചും തളർന്നു പോകുമെന്ന് കരുതി പലരും ഇരുന്നൊരു വ്യക്തിയാണ്. ഇന്നവർക്കൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ ടീച്ചർമ്മയ്ക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉയർന്നു വന്നിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഓരോരുത്തരും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഈ ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഓരോ മനുഷ്യരും. ഇതൊന്നുമല്ല നമ്മുടെ പൊട്ടൻഷ്യൽ. എന്റെ പൊട്ടൻഷ്യൽ ഇതല്ല, നിങ്ങളുടെ പൊട്ടൻഷ്യൽ ഇതല്ല. നിങ്ങൾക്ക് ഏറ്റവും വിജയിക്കാൻ പറ്റും. അതിനാദ്യം ഒരു തീരുമാനം എടുക്കുക, എനിക്ക് എന്തായി തീരണം. എന്നിട്ട് നിങ്ങൾ അതിനെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുന്നതായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വീടില്ലാത്തവരോ വാടക വീട്ടിൽ താമസിക്കുക. ചിലപ്പോൾ ബന്ധുക്കളൊക്കെ അതിനുവേണ്ടി നമ്മളെ കളിയാക്കുന്നുണ്ടാവാം, എങ്ങും എത്തിയില്ല എന്നോർത്ത്. സ്വന്തമായിട്ടൊരു വീട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തു. ആ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് മനസ്സിൽ കാണുക. ആ വീട്ടിൽ സന്തോഷത്തിലും സമാധാനത്തിലും സമ്പൽ സമൃദ്ധിയിലും ജീവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കാം. നിങ്ങൾ ആഗ്രഹിച്ച ഡ്രീം കാറ് നിങ്ങൾ സ്വന്തമാക്കി അതിന്റെ ഷോറൂമിൽ പോയിട്ട് നിങ്ങൾ ഡെലിവറി എടുക്കുന്നതായിട്ട് മനസ്സിൽ എപ്പോഴും കാണുക. നിങ്ങളെ കളിയാക്കിയവരൊക്കെ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതായിട്ട് കാണുക.
നിങ്ങൾ അഫർമേഷൻ ആയിട്ട് ആവർത്തിച്ച് ഇങ്ങനെ പറയുക, ഐ എം അൺസ്റ്റോപ്പബിൾ, ഐ എം വിന്നിങ് എവറി ഡേ, ഐ ആം ദ ബെസ്റ്റ്. പലർക്കും ഈ ഒരു വിശ്വാസമില്ല, ഐ ആം ദ ബെസ്റ്റ്. നിങ്ങൾ റൊണാൾഡോയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടാവും. റൊണാൾഡോയോട് ഇന്റർവ്യൂവർ ചോദിക്കുന്നുണ്ട്, റൊണാൾഡോ, നിങ്ങളാണോ മെസ്സിയാണോ ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരൻ? അപ്പോ റൊണാൾഡോ പറയുന്ന ഒരു ആൻസർ ഉണ്ട്, ഇൻ മൈ മൈൻഡ് ഐ ബിലീവ് ഐ ആം ദ ബെസ്റ്റ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ഞാനാണ് ദ ബെസ്റ്റ് എന്ന. പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാവും. എന്റെ കോച്ചിന് പല കോച്ചസിനും പല അഭിപ്രായങ്ങളുണ്ടാവും, പല വ്യക്തികൾക്കും പല അഭിപ്രായങ്ങളുണ്ട്. എല്ലാ അഭിപ്രായത്തെയും ഞാൻ മാനിക്കുന്നു. ബട്ട് ഇൻ മൈ മൈൻഡ്, എന്റെ മനസ്സിൽ ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ നമ്പർ 1 ആണ് എന്നാണ്. എനിക്ക് 7th പൊസിഷൻ വേണ്ട, 2nd വേണ്ട, 3rd വേണ്ട, എനിക്ക് എപ്പോഴും നമ്പർ 1 ആയിരിക്കണം. നിങ്ങൾ ചിന്തിക്കുക, എനിക്ക് എപ്പോഴും ഏറ്റവും നമ്പർ 1 ആകണം, എന്റെ മേഖലയിൽ എനിക്ക് ഏറ്റവും നമ്പർ 1 ആകണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾ അവിടെ എത്തും. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങൾ അതായിത്തീരുന്നു എന്നാണ് ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്. എന്നെ കൊണ്ട് ഒന്നിനും ഒരു കഴിവില്ല, മറ്റുള്ളവർ വേദനിപ്പിക്കുന്നതിനനുസരിച്ച് അതിഞ്ഞിങ്ങനെ കിടക്കാം, എന്നെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് ചിന്തിച്ചാൽ ഒന്നും പറ്റില്ല. തിരിച്ചു ചിന്തിക്കാം, എനിക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്ക് ഏറ്റവും സക്സസ്ഫുൾ ആകാൻ പറ്റും എന്ന് ചിന്തിക്കുക. നിരന്തരം അഫർമേഷൻസ് പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ അനുനിമിഷം സക്സസ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഏതാണോ നേടാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഇന്ന ജോലി എനിക്ക് ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയി മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞതിന് നന്ദി. നിരന്തരം വിഷ്വലൈസേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക. ഏറ്റവും സക്സസ്ഫുൾ ആയി നിങ്ങളെ കളിയാക്കിയവരുടെയൊക്കെ മുമ്പിൽ നിങ്ങൾ ഉയർന്നു നിൽക്കുന്നതായും അവര് നിങ്ങളുടെ സക്സസ് കാണുന്നതായിട്ടും ഒക്കെ എപ്പോഴും മനസ്സിൽ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങളൊരു ഡയമണ്ട് ആണ്, ഒരു രത്നമാണ് നിങ്ങൾ. ശരിക്കും ആ ഡയമണ്ടിന്റെ വില മറ്റുള്ളവർ തിരിച്ചറിയുന്ന ദിവസം അകലെയല്ല. എഴുന്നേൽക്കണം, വീണിടത്ത് കിടക്കാതെ നമ്മൾ മുന്നോട്ട് കുതിക്കണം. നിങ്ങൾക്ക് വേദന തന്നവർക്ക് നന്ദി പറയുക. ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ടത് നിങ്ങളെ പാമ്പർ ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം തരുന്ന വ്യക്തികൾക്കല്ല, നിങ്ങളെ ജീവിതത്തിൽ വേദനിപ്പിച്ചവർക്ക്, വിഷമിപ്പിച്ചവർക്ക് നന്ദി പറയുക. കാര്യം എന്താ, അവരാണ് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു എനർജി നമുക്ക് തരുന്നത്. എത്ര മോശം സാഹചര്യങ്ങൾ വരുന്നോ വരട്ടെ, ലൈഫിൽ എന്തും വരട്ടെ, അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയി വിജയിക്കുമ്പോഴാണ് ലോകം നമുക്ക് വേണ്ടി കൈയടിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി ലോകം കൈയടിക്കണ്ടേ? അപ്പൊ ചിന്തിക്കും, ഇന്ന് മുതൽ ആക്ഷൻ എടുക്കണം. ആക്ഷൻ എടുക്കാതെ ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യം വേണം. എനിക്ക് എവിടെ എത്തിച്ചേരണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നെ ഒന്നുമല്ലാതാക്കിയവരുടെ മുന്നിൽ എനിക്ക് വിജയിച്ച് കാണിക്കണം എന്നുള്ള ആ ഒരു ബേണിംഗ് ഡിസയറിനെ നിങ്ങൾ അനുനിമിഷം എരിച്ചുകൊണ്ടേയിരിക്കുക. എന്റെ വിജയമാണ് അവർക്കുള്ള മറുപടി എന്ന് മനസ്സിൽ പറയുക. നിങ്ങളുടെ സ്കിൽ എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക. ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ഡിസ്ട്രമിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങളുടെ സ്കിൽ ഇതാണ് എന്ന്. നിങ്ങൾ കണ്ടെത്തുക, എന്റെ സ്കിൽ ഇതാണ്. ആ ഒരു സ്കില്ലിനെ വളർത്തിയെടുക്കണം, ഷാർപ്പൻ ചെയ്യണം. പലരും വിചാരിക്കും, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് തന്നിരുന്നെങ്കിൽ എന്റെ സ്കില്ല് ഡെവലപ്പ്. ശരിക്കും നമ്മൾ നമ്മുടെ സ്കില്ല് കണ്ടെത്തി, എന്താണ് നമ്മുടെ കഴിവെന്ന് മനസ്സിലാക്കി. ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞല്ലോ, ഓരോ തരത്തിലുള്ള കഴിവുകളായിരിക്കും. വേറൊരാൾ ചെയ്യുന്ന കണ്ട ഇന്നാൾ ഇന്നത് ചെയ്തു, ഞാനും അത് ചെയ്യാന്ന് പറഞ്ഞു പോയാൽ നമുക്ക് വിജയം കിട്ടില്ല. നമുക്ക് എന്താണോ കഴിവുള്ളത് അതിനെ ഷാർപ്പൻ ചെയ്യുക. വിജയം മുന്നിൽ കണ്ട് എപ്പോഴും മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കാം. വഴിയിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകും, തോറ്റ് പിന്മാറരുത്. നിങ്ങൾ വിജയം കാണുന്നത് വരെ പൊരുതിക്കൊണ്ടേയിരിക്കുക. ഒടുവിൽ വിജയം നിങ്ങളുടെ മുന്നിൽ അടിയറവ് പറയുക തന്നെ ചെയ്യും. നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഈ ഭൂമിയിൽ ആര് നിങ്ങളുടെ കൂടെ നിന്നില്ലെങ്കിൽ ടീച്ചറമ്മ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. മനസ്സിൽ ചിന്തിക്കുക, എന്താണ് എനിക്ക് എത്തേണ്ടത്, നിരന്തരം അത് വിഷ്വലൈസ് ചെയ്യുക, അതിനു വേണ്ടുന്ന അഫർമേഷൻസ് പറയുക, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുക, ശക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിലോ ഹാപ്പിനെസ് ഷെയർ ചെയ്യാനുണ്ടെങ്കിലോ റൈസ് ഹാൻഡ് ഓപ്ഷൻ ഇടാം.